ഒരു പുരസ്കാരം വാങ്ങുന്നില്ലായിരുന്നു. അതൊക്കെ എന്നെ സ്വാധീനിക്കുമെന്ന് ഭയമാണ്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ആത്മാർത്ഥമായി പുരസ്കാരം തരുന്നവരാണെങ്കിൽ, അതായത് എനിക്ക് പുരസ്കാരം തന്നിട്ട് അവരെ കുറിച്ച് നല്ലത് പറയിക്കാനാണ് ഞാൻ പോകുന്നത്. നന്നായി പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു സംഘടന എന്റെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു പുരസ്കാരം തന്നാൽ ഒരു ചടങ്ങിന് വിളിച്ചാൽ പോകും. ഒരു കാര്യം പറയട്ടെ, എന്നെ കൂടുതൽ വിളിക്കുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന, ഞാൻ എവിടെ ചെന്നാലും കാണുന്ന ഈ അമ്മമാർ അല്ലെങ്കിൽ ചേട്ടന്മാർ, ചേച്ചിമാർ സത്യത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ നല്ല ഹിന്ദുക്കളായിരിക്കുന്നത്. സത്യത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് തോന്നുന്നു. അവർക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ എനിക്ക് കൂടുതൽ ബോധ്യമാകുന്നത് കൊണ്ടാണ് ഞാൻ ഈ 2 ദിവസം ജോലി നഷ്ടപ്പെട്ടാലും ഇവിടെ വരാമെന്ന് തീരുമാനിച്ചത്. കാരണം എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് എന്നെ കാണുന്ന ആഗ്രഹമുണ്ട്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ അധികാര ഗർവിനെതിരെ യുദ്ധം ചെയ്യുന്നത്. എന്ത് സംഭവിച്ചാലും എനിക്കറിയാം, ഒരു ദിവസം എന്നെ ഇവിടെ ജയിലിൽ ഇടട്ടെ, ഞാൻ അതിന് തയ്യാറാണ്. പക്ഷെ ദൈവം സംരക്ഷിച്ചു നിർത്തുന്നു. പക്ഷെ ഞാൻ ജയിലിൽ പോയി എന്തെങ്കിലും സംഭവിക്കുമോ? കാരണം സത്യം പറയുന്നത് കൊണ്ടാണ് ഞാൻ ജയിലിൽ പോയെന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കൂടി എന്നാ കുഴപ്പം? പിന്നെ ജയിലിൽ പോകാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്. ഒന്ന്, ജയിലിൽ പോയാൽ നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. 2 ജയിലിൽ നിന്ന് അടച്ചാൽ പിന്നെ ചിലപ്പോൾ ഉടനെ ഇറക്കിയെന്ന് വരത്തില്ല. അപ്പൊ സ്ഥാപനത്തെ ബാധിക്കാം. പിന്നെ ഈ ഭരണകൂടം നമ്മളെ വേട്ടയാടുമ്പോൾ പിടികൊടുക്കാതെ മാറി നിൽക്കുമ്പോഴും ഒരു സുഖമുണ്ട്. എങ്ങനെയാണ് കഴിയുന്നത്? എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് ചുറ്റിനുമുള്ളത് കൊണ്ടാണ്. അവരെന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ സത്യം പറയുന്നു എന്നവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ പലരും പറയും, അതിന് കുറ്റം പറയുന്നവരുണ്ട്. ഞാൻ ഇവരൊക്കെ പറഞ്ഞു, ഞാൻ നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ്, ഞാൻ പലരോടും പണം ചോദിച്ചു പറഞ്ഞവരൊക്കെയുണ്ട്. വെളിയുടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത്? ഇത്ര ജീവനക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് സോഷ്യൽ മീഡിയ മാറിയത് അറിയാത്തത് കൊണ്ടാണ്. എന്റെ വീഡിയോ യൂട്യൂബിലാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നത്. ഇത് കാണുമ്പോൾ അതിൽ വരുന്ന പരസ്യങ്ങൾ ഞാനല്ല തീരുമാനിക്കുന്നത്. യൂട്യൂബും ഫേസ്ബുക്കും ഗൂഗിളുമാണ് തീരുമാനിക്കുന്നത്. അതിനൊരു നിശ്ചിത തുകയുണ്ട്. ആ തുക കൊണ്ട് എനിക്ക് എന്റെ സ്ഥാപനം നടത്താനും ജീവിക്കാനും വകയുണ്ട്. എനിക്ക് ജീവിക്കുന്ന നിർബന്ധ വലിയ തുകകളുണ്ട്. ഞാനിപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ 10 വർഷം വിദേശത്ത് പോയി ജോലി ചെയ്ത് എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും പറ്റരുതേന്ന് തീരുമാനിച്ച് അത്യാവശ്യം സ്വത്തുണ്ടാക്കിയിട്ടാണ് എനിക്ക് പണിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനവും വേണം. പക്ഷെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് ഒരു വ്യവസായി ഒരിക്കൽ വന്നിട്ട് ഒരു 50 ലക്ഷം രൂപ എനിക്ക് തന്നു. പലരും അതിന് ധൈര്യം കാണിക്കാറില്ല. ഒരാൾ കാണിക്കാൻ കാരണം ആ വ്യവസായി ഒരു ഫേവറും ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് തന്നതാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എടുത്തോണ്ട് പോകുന്നതാണ് അങ്ങ് ഞാനും തമ്മിലുള്ള ബന്ധത്തിന് നല്ലത്. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനിപ്പോൾ എന്നാ ചെയ്യും? ഒന്നും കണക്കിൽപ്പെടാത്ത കാശ്, ചുമ്മാ കാശായിട്ട് കൊണ്ടുതരുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ കാശുള്ളതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വെച്ചതാണ്. കണക്കിൽപ്പെടാത്ത കാശ് വലിയ പാടാണ്. എനിക്കറിയില്ല, ഞാൻ കണക്കിലുള്ള കാശ് പോലും വലിയ പാടാണ് ഉപയോഗിക്കാൻ. കണക്കിൽപ്പെടാത്തതിന്റെ കാശ്. 2, എന്നെ കാണിക്കാനെന്ന് പറയാം. ഞാൻ കിട്ടിയിരിക്കുന്ന ഉടുപ്പ് ഇത് തന്നെയാണ്. എല്ലാവരും എന്തിനായി ഉടുപ്പിടുന്നത്? ഖദറാണ്, ഗാന്ധിയോടുള്ള ഇഷ്ടപ്പെട്ട. പിന്നെ കളർ, അത് ഒരു തവണ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തുണി കണ്ടപ്പോൾ ഞാൻ 7 ജോഡി എടുത്തു. ആ 7 ജോഡി ഇട്ട് കഴിഞ്ഞപ്പം എല്ലാവരും എന്റെ ഉടുപ്പ് ഐഡന്റിറ്റി ചെയ്തായി. അടുത്ത തവണ പോയപ്പം ഏതാണ്ട് അതേ കളർ കണ്ടപ്പോൾ വീണ്ടും അത് 7 ജോഡി എടുത്തു. അപ്പൊ കൊള്ളാമല്ലോ, എല്ലാവരും ഉടുപ്പ് കാണുമ്പോൾ നോക്കുന്നത്. എനിക്ക് കിട്ടുന്ന അത്രയുള്ളൂ, പ്രത്യേക കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് ഉടുപ്പ് മാറ്റണമെന്ന് തോന്നും. എന്നാലും എന്നെ ഇതിലാണ് ഐഡന്റിറ്റി. ഒരിക്കലും എന്റെ തുണി അലക്കി തേക്കാൻ കൊടുത്ത പയ്യനോട് അവിടെ നിന്നുള്ള ഈ ഉടുപ്പിന്റെ ഉടമ ഇവിടെ അടുത്താണ് താമസിക്കുന്നതാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് പറയും, സത്യം പറയുക എന്നുള്ള ധർമ്മം ഏറ്റെടുത്തിരിക്കുന്നു. എന്ന് എനിക്ക് സത്യം പറയാൻ കഴിയാതെ വരുന്നുവോ അത് ഞാനിത് അവസാനിപ്പിക്കും. കാരണം ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയല്ല. എന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ആഹ്ലാദം, എന്റെ ആനന്ദം, എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. എവിടെ ചെന്നാലും ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പൂനെയിൽ നിന്ന് ടാക്സിക്ക് വരുമ്പോൾ വഴിയിൽ ഒരു ഫുഡ് സർവീസിൽ കയറി ചായ കുടിച്ചപ്പോൾ അവിടെ 3 പേര് വന്ന് എന്റെ അടുത്ത് ഫോട്ടോ എടുത്തു. അപ്പൊ എന്റെ മറാത്തിക്കാരൻ ഡ്രൈവർ എന്നോട് ചോദിച്ചു, എന്നെ പരിപാടി എന്റെ ആളുകളുടെ അയക്കാൻ. അപ്പൊ ഈ ഒരു തിരിച്ചറിവും
ഈ ഒരു പലരും ചോദിക്കും, ഭയമില്ലേ? എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? എനിക്ക് പോലീസും സെക്യൂരിറ്റിയും ഒന്നുമില്ല. സത്യം പറയുന്നവരെ സംരക്ഷിക്കാൻ ദൈവം കവചമൊരുക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ഇതുവരെ വ്യക്തിപരമായി ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, ഒരു അധിക്ഷേപം ഉണ്ടായിട്ടില്ല. ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ഒരുത്തൻ ഞാൻ കേൾക്കാതെ തെറി പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കേട്ടില്ല. ഒടുവിൽ എവിടുന്നോ തെറി കേട്ടപ്പോൾ ചാടി ഫോൺ മേടിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അവൻ ഓടിപ്പോയി. എന്നിട്ട് തല്ലി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഒരിക്കൽ മാത്രം കോവളത്ത് ഞാൻ നടക്കുമ്പോൾ ഒരാൾ എന്നോടൊന്ന് ചെറുതായി പരസ്യമാണ്. അവൻ ഞാൻ അവിടെ തിരിഞ്ഞു നിന്നു. ഞൊടിയിടയിൽ ഒരു 25 പേര് ചുറ്റിനും കൂടി അവനെ ഓടിച്ചു. വെറുതെ പറഞ്ഞല്ല. ആരാണോ 25 പേര് എനിക്കറിയത്തില്ല. അപ്പോ സത്യം പറയുക എന്ന ധർമ്മം ഏറ്റെടുക്കുമ്പോൾ അതിന് ചില ത്യാഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അത് ധീരമായി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടും. ഇത് ഞാൻ എന്ന് വരെ തുടരാൻ കഴിയുന്നു അന്ന് വരെ തുടരും. നിങ്ങളെ പോലുള്ള സ്നേഹം കാണുമ്പോൾ ഞാൻ അതിൽ സംതൃപ്തനാണ്. ഭഗവാന്റെ കൃപയിൽ ഞാൻ ക്ഷേത്രത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പള്ളിയിൽ പ്രാർത്ഥിക്കും കരഞ്ഞ്. ഞാൻ പള്ളിയിൽ പോന്ന് പറഞ്ഞല്ലോ. അത് ദൈവം എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കുമ്പോൾ രൂപമില്ലാത്ത ഒരു വികാരമാണ്. എന്റെ സങ്കടമാണ്, എന്റെ സന്തോഷമാണ്. ഇന്ന് വരെ എനിക്ക് നൽകിയ ആരോഗ്യത്തിന്, ഇന്ന് വരെ എനിക്ക് നൽകിയ സന്തോഷത്തിന്, ഇന്ന് വരെ എനിക്ക് നൽകിയ സമാധാനത്തിന്, ഇന്ന് വരെ എനിക്ക് നൽകിയ പ്രശ്നങ്ങൾക്ക്, ആ പ്രശ്നങ്ങളെ നേരിടാൻ എനിക്ക് നൽകിയ ധൈര്യത്തിന് നന്ദി പറയുന്നതിന് തീരുകയാണ് പ്രാർത്ഥന. എന്റെ ആഗ്രഹം, ദൈവമേ ഇങ്ങനെ എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന്. എന്നാലും അത് എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ് എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, വളരെ വൈകാരികമായി ഞാൻ ഇതിനെ കാണുന്നത്, എന്നെ സ്നേഹിക്കുന്ന കുറെ പേര് ഇവിടെ നിൽക്കുന്നത് നിങ്ങളാണ്. സത്യം പറയാനുള്ള എന്റെ ശക്തി എന്നതുകൊണ്ടാണ്. നിങ്ങൾ അഭിമാനിക്കുക. നിങ്ങളുടെ മക്കൾ സനാതന ധർമ്മത്തിൽ അടിയുറച്ചു വളരുന്നതിൽ ഏറ്റവും വിശിഷ്ടമാണ് സനാതന ധർമ്മം. സനാതന ധർമ്മത്തെ പോലെ വിശിഷ്ടമായ ഒന്നുമില്ല. മക്കൾ അതിൽ അധിഷ്ഠിതമായി വളരുന്നു. മാതാപിതാക്കളെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. മക്കളെ ഓർത്ത് കണ്ണീരൊടുക്കുന്ന അനേകം പേരെ എനിക്കറിയാം. നിയമപാലകർ, വലിയ പദവിയിലിരിക്കുന്നവർ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗതികേടില്ല. മക്കൾ നാരായണീയം പഠിക്കുന്നു. നിങ്ങൾ മക്കൾക്ക് വേണ്ടി വന്ന് നാരായണീയ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് നിങ്ങളോട് ചോദിക്കും എന്തിനാണെന്ന്. നാളെ പറയും, അമ്മേ നിങ്ങൾ അന്ന് നാരായണീയം വായിച്ചതുകൊണ്ടില്ല ഞാനിവിടെ വരെത്തിയത്. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.